ആമേൻ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ പ്രകീർത്തിക്കുന്ന ഒരു വചനമാണ് ഇന്ന് രാത്രിയിൽ കർത്താവ് നമുക്ക് നൽകിയത്. ഈ വചനം എഴുതാനൊരു കാരണമുണ്ട്. തെസ്സലോനിക്കയിലെ ദൈവമക്കൾ അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസികളായി വരുന്ന കാലത്ത് അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു, അവരുടെ കാലത്ത് തന്നെ കർത്താവ് വരും. ഇവർ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവരുടെ വിശ്വാസികൾ ചില സ്വാഭാവികമായി മരണപ്പെട്ടു പോയി. അപ്പോൾ മറ്റുള്ളവർക്കൊരു വലിയ ഭാരമായി. ഇനി കർത്താവ് മധ്യാകാശത്തിൽ വന്നാൽ മരിച്ചുപോയ നമ്മുടെ കൂട്ടുവിശ്വാസികളുടെ അവസ്ഥ എന്തായിരിക്കും? ഇവരുടെ ആ പരിഭവം, ആ ഭാരം മനസ്സിലാക്കിയിട്ട് അപ്പോസ്തലനായ പൗലോസ് അവർക്കൊരു കത്തെഴുതി കൊടുത്തു. ആ കത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഇപ്പോൾ സ്വർഗത്തിലായിരിക്കുന്ന കർത്താവ് മധ്യാകാശത്തിൽ വരും. കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ സംഭവിക്കുന്ന രണ്ട് കാര്യം. ഒന്ന്, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. മരിച്ചവർ എല്ലാവരുമല്ല, ക്രിസ്തുവിൽ മരിച്ചവർ. ആരാ? ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ നമ്മൾ രൂപാന്തരപ്പെട്ടെടുക്കപ്പെടും. കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്ന രണ്ടും ഞൊടിയിടയിൽ സംഭവിക്കുമെന്നാണ്. ആമേൻ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, അല്ലാത്തവർ തൽക്കാലം ഇവിടെ കിടക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് കർത്താവിനെതിരേൽപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടും. അല്ലാത്ത ഒരു കൂട്ടം പേർ കൈവിടപ്പെട്ടു പോകും. മരിച്ചവരിൽ ഒരു കൂട്ടം പേർ ഇവിടെ കിടക്കും, ജീവിച്ചിരിക്കുന്നവരിൽ ഒരു കൂട്ടം പേർ കൈവിടപ്പെട്ടു പോകും. മരിച്ചവരിൽ ഒരു കൂട്ടം പേർ എടുക്കപ്പെടും, ജീവിച്ചിരിക്കുന്നവരിൽ ഒരു കൂട്ടം പേർ എടുക്കപ്പെടും. ഈ ഇവിടുന്ന് എടുക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? കൈവിടപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കും? ഇതെല്ലാം പിന്നെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലാണ് കാണുന്നത്. ആമേൻ. ആ കാര്യങ്ങളെക്കുറിച്ച് ലോകത്തോട് അറിയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രൻ്റെ ശിഷ്യനായ യോഹന്നാനെ തിരഞ്ഞെടുത്തു. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ വയോവൃദ്ധനായി മരിച്ചത് യോഹന്നാൻ മാത്രമാണ്. അവൻ വാർദ്ധക്യത്തിലായിരിക്കുന്ന യോഹന്നാനെ അവൻ ഡൊമീഷ്യൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തി. ഡൊമീഷ്യൻ പറഞ്ഞു, നീ പ്രസംഗിക്കുന്ന യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാം, ഇല്ലെങ്കിൽ ഈ തിളയ്ക്കുന്ന എണ്ണച്ചട്ടിയിലോട്ട് ഇടാൻ പോവുകയാണ്. അവൻ യോഹന്നാൻ പറഞ്ഞു, ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ സത്യം എനിക്ക് മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും എന്നെ വേദനിപ്പിക്കാത്ത എൻ്റെ അരുമനാഥനെ ഞാൻ തള്ളിപ്പറയത്തില്ല. രാജ്യ നിയമം അനുസരിച്ച്, ചക്രവർത്തിയുടെ കൽപ്പന അനുസരിച്ച് എണ്ണച്ചട്ടിയിൽ ഇടേണ്ടതായിരുന്നു. പക്ഷേ അത് ചെയ്യാതെ തൻ്റെ പേര് രാജ്യദ്രോഹ കുറ്റം ചുമത്തി പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തി. മനുഷ്യവാസമില്ലാത്ത സ്ഥലത്ത്, ആശ്വാസം പകരാൻ ആരുമില്ലാത്ത സ്ഥലത്ത് വയോവൃദ്ധനായ യോഹന്നാൻ ആമേൻ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ, കുറ്റിക്കാടുകൾ നിറഞ്ഞ, ക്രൂര മൃഗങ്ങളുള്ളതായ ആ സ്ഥലത്ത് ഏകാന്തതയിലായിരിക്കുമ്പോൾ താൻ ആത്മാവിൻ്റെ നിറവിലായി. തൻ്റെ ഏകാന്തതയുടെ നടുവിൽ തൻ്റെ ആരാധന ദൈവസന്നിധിയിലെത്തി. താൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി, താൻ സ്തുതിക്കുവാൻ തുടങ്ങി, ആരാധിക്കുവാൻ തുടങ്ങി. ആരാധന സ്വർഗത്തിലെത്തി. സ്വർഗത്തിലെ ദൈവം ആമേൻ ഭാവി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ യോഹന്നാന് കാണിച്ചു കൊടുത്തു. അവിടെ വെച്ചൊരു മറ നീക്കി കാണിച്ചു. വെളിപ്പാടെന്ന വാക്കിൻ്റെ അർത്ഥം മറ നീക്കി കാണിക്കും, ഒരു കർട്ടൻ മാറ്റി കാണിക്കൂ. അവർ യോഹന്നാൻ ഒരു കർട്ടൻ മാറ്റി കാണിച്ചു കൊടുക്കണം. എന്താ കാണിക്കുന്നത്? രണ്ട് സ്റ്റേജുകൾ യോഹന്നാനെ കാണിക്കുകയാണ്. ഒന്ന്, ഭൂമിയിലൊരു സ്റ്റേജ് യോഹന്നാൻ കാണുന്നു, സ്വർഗത്തിലൊരു സ്റ്റേജ് കാണുന്നു. അവർ ഒന്നാമത്തെ സ്റ്റേജ് സ്വർഗത്തിൽ കാണിക്കുകയാണ്. 7 നിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, നിലയങ്കി ധരിച്ച് അഗ്നിജോലയ്ക്കത്ത് കണ്ണുകളുള്ള, കാലുകൾ ഉലയിച്ചുട്ട് പിടിപ്പിച്ച് വെള്ളോടിന് സദൃശമായ, തലയും തലമുടിയും വെളുത്ത് മഞ്ഞു പോലിരിക്കുന്ന പെരുവെള്ളത്തിൻ്റെ ശബ്ദമുള്ള തേജോമയനായ കർത്താവിനെ സ്വർഗത്തിൽ കാണുകയാണ്. വെളിപ്പാട് പുസ്തകം 12 മുതലുള്ള വാക്യങ്ങളിൽ തേജോമയനായ കർത്താവിനെ സ്വർഗത്തിൽ കാണുന്നു. 2ഉം 3ഉം അധ്യായത്തിൽ ഭൂമിയിലെ സ്റ്റേജ് കാണിച്ചു കൊടുക്കുകയാണ്. ആമേൻ. 7 സഭയ്ക്കുള്ള ദൂത് എന്ന് പറഞ്ഞുകൊണ്ട് 2-ാമത്തെ 3-ാമത്തെ അധ്യായത്തിൽ 7 സഭയെ കാണിച്ചു കൊടുക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ അന്നുണ്ടായിരുന്ന 7 സഭയെന്നല്ല ഉദ്ദേശിക്കുന്നത്. ദൈവസഭയുടെ ആരംഭം മുതൽ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ദൈവസഭ ആരംഭിച്ച സമയം മുതൽ അരുമനാഥൻ്റെ മധ്യാകാശത്തിലെ വരവ് വരെയുള്ള ഈ ദീർഘമായ കാലഘട്ടത്തെ 7 ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും സഭ എങ്ങനെ പോകുന്നു എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആമേൻ. സഭയുടെ അവസ്ഥ എന്താണ്? ഈ സഭ എങ്ങനെ മുന്നോട്ട് പോകുന്നു? സഭ അവസാനം ഏതെങ്ങനെ ആയിരിക്കും? ഇങ്ങനെ ഓരോ സഭ 7 സഭകളെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ സഭാ പീരീഡിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. നമ്മളെത്തി നിൽക്കുന്ന സഭായുഗത്തിൻ്റെ പേര് ലവോദിക്ക സഭയെന്നാണ്. ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഈ സഭായുഗത്തിൻ്റെ അവസാനത്തെ പീരീഡ് എന്ന് പറയാൻ കാരണം അതിൽ എഴുതിയിരിക്കുന്ന സകല കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഇനി ഭാവിയിലൊന്നും നടക്കാനില്ല. ആ ലവോദിക്ക കാലഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു. അതിലെഴുതിയ സകല കാര്യവും സംഭവിക്കുന്നു. ഈ യുഗത്തിൻ്റെ അവസാനമാകിയാൽ, അതിൻ്റെ അവസാന പീരീഡ് ആകിയാൽ നമ്മുടെ അരുമനാഥൻ വേഗത്തിൽ വരുവാനിടയായി തീരും.
സഭയ്ക്ക് ദൂത് കൊടുക്കുക. അവസാനത്തെ സഭ ലവോദിക്ക സഭയോട് പറയണ വെളിപ്പാട് ദിവസം 3:14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ആമേൻ. ഒന്നുകിൽ നീ ചൂടുള്ളവനാകണം, അല്ലെങ്കിൽ തണുപ്പുള്ളവനാകണം. ആത്മീയതയിൽ ഒന്നിൽ നീ മുന്നിൽ നിൽക്കണം, അല്ലെങ്കിൽ ഏറ്റവും പുറകെ പോകാനല്ല ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ ആത്മീയതയിൽ ഉയർന്ന നിലയിൽ നിൽക്ക്, അല്ലെങ്കിൽ ഏറ്റവും താഴത്തെ നിലയിലാകാനല്ല ഉദ്ദേശിക്കുന്നത്. ചൂടിനൊരു പവറുണ്ട്, തണുപ്പിനൊരു പവറുണ്ട്. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ചൂടാക്കിയാൽ അത് നീരാവിയായിട്ട് പോകും. അതേ വെള്ളത്തെ തണുപ്പിക്കുകയാണെങ്കിൽ അത് ഐസ് കട്ടയായിട്ട് മാറും. ഒന്നുകിൽ ചൂടിൻ്റെ പവർ, അല്ലെങ്കിൽ തണുപ്പിൻ്റെ പവർ. ലവോദിക്ക സഭയോട് പറഞ്ഞത്, ഓരോരുത്തരെ ഏൽപ്പിച്ച ചില ഉത്തരവാദിത്വങ്ങളുണ്ട്, ഓരോരുത്തരെ ഏൽപ്പിച്ച ചില കൃപകളുണ്ട്, ഓരോരുത്തരെ ഏൽപ്പിച്ച ചില കൃപാവരങ്ങളുണ്ട്. അവരവരെ ഏൽപ്പിച്ച കൃപകളും അവരവരെ ഏൽപ്പിച്ച കൃപാവരങ്ങളും ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം, ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജിക്കണം. ഓരോരുത്തരെ ഏൽപ്പിച്ച കൃപകളും കൃപാവരങ്ങളും അനുഭവിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താതെ, ചൂടിൻ്റെയോ തണുപ്പിൻ്റെയോ അതേ പവർ കാണിക്കാതെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കൃപകളും കൃപാവരങ്ങളും കർത്താവ് തന്നു, ആർക്കും ഒന്നും തന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അവകാശിയായപ്പോൾ ആമേൻ ഇതിൽ അകത്തോട്ട് കയറ്റിയപ്പോൾ ഓരോരുത്തർക്ക് ചിലതൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ പാടുവാനായിരിക്കും കൃപ, ചിലപ്പോൾ പ്രാർത്ഥിക്കാനായിരിക്കാം, കീബോർഡ് വായിക്കാനായിരിക്കാം, സൗണ്ട് സിസ്റ്റം വയ്ക്കാനായിരിക്കാം, സംഗീതോപകരണങ്ങൾ പ്ലേ ചെയ്യാനായിരിക്കാം. ഒന്നുമില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ കൃപ കൊടുത്തു കാണും, സാക്ഷ്യം പറയാൻ കൃപ കൊടുത്തു കാണും, ട്രാക്റ്റ് കൊടുക്കുവാൻ കൃപ കൊടുത്തു കാണും. ഓരോരുത്തരെ ഏൽപ്പിച്ച കൃപകളുണ്ട്. അവരവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, അവരവരെ ഏൽപ്പിച്ച കൃപകളും കൃപാവരങ്ങളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിച്ചില്ലെങ്കിൽ കർത്താവ് പറഞ്ഞാൽ നിന്റെ വായിൽ നിന്നും മണ്ണ് കളയും. എങ്ങനെ ഇരിക്കുമെന്നറിയാം കർത്താവ് മണ്ണ് കളഞ്ഞാൽ. ഒരു ഉദാഹരണം പറയാം. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നിറങ്ങി ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് കഴിക്കാൻ ഒരു ആഹാരം കൊടുത്തു. പുറപ്പാട് പുസ്തകം 16:31 വാക്യം. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നിറങ്ങി ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കഴിക്കാൻ സ്വർഗത്തിലെ ദൈവം അവർക്കൊരു ആഹാരം കൊടുത്തു. വായിച്ചാട്ടെ വന്ന്. ഇസ്രായേലിൽ ആ സാധനത്തിന് മന്ന, ഏത് സാധനം? മഞ്ഞ് പെയ്യുന്ന കൂട്ടത്തിൽ വീണ് കിടക്കും. മരുഭൂമിയിൽ അവർ താമസിക്കുന്ന കൂടാരത്തിൻ്റെ മുന്നിൽ രാവിലെ നോക്കുമ്പോൾ ഒരു സാധനം മുറ്റത്ത് കിടക്കുകയാണ്. അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേന് കൂട്ടിയ ദോശയോടൊത്ത് രുചിയുള്ളതുമായിരുന്നു. കൊത്തമ്പാലരി എന്ന് പറഞ്ഞാൽ എന്താ? മുഴുവൻ മല്ലി. മുഴുവൻ മല്ലി പോലെ ഇരിക്കും. അത് നുള്ളിപ്പറക്കി കഴിച്ചാൽ തേനിൽ മുക്കി ദോശ കഴിക്കുന്ന രുചിയാണ്. തേനിൽ മുക്കിയ ദോശ കഴിച്ച് രുചിയോടുകൂടി ആഹാരം കിട്ടി. അത് വലിയ ശരീരവയർപ്പില്ലാതെ അധ്വാനമില്ലാതെ കഴിക്കാൻ കിട്ടിയപ്പോൾ അത് വാങ്ങിച്ച് കഴിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം അവർ ദൈവത്തോട് മറുത്തു മത്സരിച്ചു, ദൈവത്തിൻ്റെ പ്രമാണങ്ങളോട് മറുത്തു മത്സരിച്ചു, ദൈവത്തിൻ്റെ വചനങ്ങളോട് മറുത്തു മത്സരിച്ചു. ആമേൻ. ദൈവഭക്തനായ മോശയ്ക്കെതിരെ നിന്നു, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കെതിരെ നിന്നു. ആമേൻ. അതെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയും കൃപാവരവും അനുഭവിച്ച ദൈവജനം, ദൈവിക നന്മകൾ അനുഭവിച്ച ദൈവജനം, ദൈവപ്രവർത്തികൾ കണ്ട ദൈവജനം ദൈവത്തിൻ്റെ പ്രമാണങ്ങളോട് മറുത്തു മത്സരിച്ചു. എന്ത് സംഭവിച്ചെന്നറിയാം? സംഖ്യാപുസ്തകം 17 വാക്യം വായിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ദൈവത്തിൻ്റെ വഴി നിൽക്കേണ്ടതിന് പകരം അവർ വ്യതിചലിച്ചു പോയി. അവർക്ക് സംഭവിച്ചെന്ന് വായിച്ചട്ടെ. 11:7. മന്നയോ കൊത്തമ്പാലരി പോലെയും അതിൻ്റെ നിറം ഗുൽഗുലുവിൻ്റെതുമായിരുന്നു. ഒരു മിനിറ്റ്. നേരത്തെ കിട്ടിയ നിറം ഞാൻ പറഞ്ഞ ഒരു അധ്യാപകനായോണ്ട് എങ്ങനെ ചോദിക്കും, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്കും മനസ്സിലാവുമല്ലോ. വെള്ള നിറമുള്ളത്. ഇപ്പം കിട്ടിയത് അതിൻ്റെ നിറം ഗുൽഗുലുവിൻ്റെതായിരുന്നു എന്ന് പറഞ്ഞാൽ ഗ്രീൻ ബീൻസിൻ്റെ നിറം. ജനം നടന്നു പറക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരലിലിടിച്ചിട്ടോ കലത്തിൽ പൊടിഞ്ഞ് അപ്പമുണ്ടാക്കണം. അതിൻ്റെ രുചിയോ എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ. നേരത്തെ കിട്ടിയതോ തേനിൽ മുക്കി ദോശ കഴിച്ച കക്ഷികൾക്കാണ് ഇപ്പം ഈ ഗതികേട് പറ്റിയത്. ഒരു ചമ്മന്തി പോലും ഇല്ലാത്ത ദോശ എത്ര എണ്ണം കഴിക്കും? തേനുണ്ടെങ്കിൽ 2-3 എണ്ണം കഴിക്കാം. ഇവർക്കിപ്പോൾ സംഭവിച്ചത് എവിടെ കിട്ടും? രാവിലെ ഒരു ബാസ്ക്കറ്റുമായിട്ട് നടന്നു പറക്കണം. എവിടെ വീണ് കിടക്കുന്നെന്ന് രാവിലെ ചോദിക്കണം. അത് ഇന്ന അടുത്ത് കിടക്കുക, അങ്ങോട്ട് ഓടണം, അവിടെ നിന്ന് 5-6 നുള്ളി പറക്കണം. അടുത്ത് വേറെ അടുത്ത് കിടക്കുക, അങ്ങോട്ട് പോയി അവിടെ നിന്ന് പറക്കണം. അടുത്ത് വേറെ അടുത്ത് എവിടെ കുറച്ച് കിടക്കുന്നു. ഇത് കേട്ട് രാവിലെ എടുക്കണം, നടന്നു പറക്കണം. എവിടെയെങ്കിലും കിടക്കും. നേരത്തെ കൂടാരത്തിൻ്റെ മുന്നിൽ കിട്ടിയ സാധനം ഇപ്പോൾ വേണമെങ്കിൽ അന്വേഷിച്ച് നടക്കണം.
നുള്ളിപ്പറക്കി വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉരലിലിടിക്കണം, അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ അരയ്ക്കണം, എന്നിട്ട് കലത്തിൽ പുഴുങ്ങി അപ്പമുണ്ടാക്കണം. അത്രയും ചെയ്താലും അതിൻ്റെ രുചി കൂടാരത്തിൻ്റെ മുന്നിൽ സൗജന്യമായി കിട്ടിയപ്പോൾ വിലയില്ലായിരുന്നു. ദൈവമക്കളെ, കർത്താവ് തന്ന കൃപകളും കൃപാവരങ്ങളും, കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളും, കർത്താവ് നൽകിയ നന്മകൾ നമുക്ക് സൗജന്യമായി കർത്താവ് നൽകുമ്പോൾ അതിന് ദൈവസന്നിധിയിൽ വില കൊടുക്കണം. ദൈവസന്നിധി നന്ദിയുള്ളവരാകണം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകണം. അവൻ ഇതെല്ലാം കിട്ടിയപ്പോൾ അവരിങ്ങനെയാണ് പറഞ്ഞത്. അവർ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയപ്പോൾ അവർക്ക് കിട്ടിയ പണിഷ്മെൻ്റാണിത്. സഭ ഒരു ഡിമാൻഡ് പറയുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. ലവോദിക്ക സഭയുടെ ഡിമാൻഡ് എന്താണെന്നറിയാം? ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊരു കുറവുമില്ല. പിന്നെ സമയം കിട്ടുമ്പോൾ ഒന്ന് ശരിയാരം സഭയിലിരിക്കല്ലേ, പാസ്റ്റർ ഫോൺ വിളിച്ച് ചോദിച്ചാലോ. അതുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയൊന്നും പലർക്കും വേണ്ട, ആരാധനകൾ പലർക്കും വേണ്ട. എന്തെങ്കിലും ഉപാധികൾ പറഞ്ഞങ്ങ് നീട്ടിവെക്കുകയാണ്. പോരാ, സ്വർഗത്തിലെ ദൈവം പറഞ്ഞത് അങ്ങനെയല്ല. സഭ പറയുന്നത് ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊരു കുറവുമില്ല. പക്ഷെ കർത്താവ് സഭയെ സ്കാൻ ചെയ്തപ്പോൾ 5 രോഗം. കർത്താവ് പറയുകയാണ്, നീ അരിഷ്ടനും, നീ ദരിദ്രനും, നീ കുരുടനും, നീ നഗ്നനും എന്നറിയായികയാൽ. അവസാനം ഭ്രാന്തും കൂടെ ഉണ്ടെന്ന്. തുണി കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ടെങ്കിൽ ഭ്രാന്തല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയ രാവിലെ നിങ്ങളെ ഈ സോഷ്യൽ മീഡിയ ഒന്ന് ഓൺ ചെയ്ത് നോക്കി, ഈ TV ചാനലൊന്ന് ഓൺ ചെയ്ത് നോക്കി. സുവിശേഷത്തിൻ്റെ പേരിൽ, കർത്താവിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ കാണിക്കുന്ന കോപ്രായങ്ങളും എന്തെല്ലാം വികൃതികളുമാണ് കാണിക്കുന്നത്. ഇത് കണ്ടിട്ടാണ് യോഹന്നാൻ ആത്മാവിൽ കണ്ടിട്ട് പറഞ്ഞത് ഇത് ഭ്രാന്താണെന്ന്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ആരാധിച്ച് അരുമനാഥൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ട ദൈവജനം ദൈവത്തിൻ്റെ വഴി വിട്ട് അകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ അരിഷ്ടനും, നീ ദരിദ്രനും, നീ കുരുടനും, നീ നഗ്നനും എന്നറിയായികയാൽ. ഈ പാഴ് മരുഭൂമിയിൽ ജീവിക്കുമ്പോൾ നിത്യതയ്ക്ക് അവകാശികളാകണമെങ്കിൽ 3 സാധനം ദൈവത്തിൽ നിന്ന് വില കൊടുത്ത് വാങ്ങണം. കർത്താവ് 3 സാധനം ദൈവം വില കൊടുത്ത് വാങ്ങാൻ പറയുകയാണ്. അവൻ അതിനടുത്ത് എഴുതിയിരിക്കുന്നത്, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതി കഴിപ്പിച്ച പൊന്നും, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിക്കേണ്ടത് ധരിക്കുവാൻ വെള്ളയുടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുക. 3 സാധനം വാങ്ങണം. ഒന്ന്, തീയിലൂതി കഴിപ്പിച്ച പൊന്ന് വിശ്വാസത്തെ കുറിക്കുന്നു. സാധാരണ വിശ്വാസമല്ല, തീയാകുന്ന പ്രശ്നത്തിനകത്തൂടെ നിന്നെ കടത്തി വിട്ടാൽ തെളിയുന്ന വിശ്വാസം. അതായിരിക്കണം ദൈവവേദന ആവശ്യം. രോഗമായിരിക്കാം, ദുഃഖമായിരിക്കാം, ജോലി സ്ഥലത്തെ പ്രതികൂലമായിരിക്കാം, സാമ്പത്തിക വിഷയമായിരിക്കാം, ദൈവവേദന നിന്നെ അലട്ടുന്ന വിഷയം ഏതാകട്ടെ, എന്ത് പ്രതികൂലമാകട്ടെ, തീയാകുന്ന പ്രശ്നത്തിനകത്തൂടെ നിന്നെ കടത്തി വിട്ടാൽ കർത്താവിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു വിശ്വാസം. അതായിരിക്കണം ദൈവവേദന ആവശ്യം. തീയാകുന്ന പ്രശ്നത്തിനകത്തൂടെ നിന്നെ കടത്തിവിടും. തീയിലൂതി കഴിപ്പിച്ച പൊന്ന് വിശ്വാസത്തെ കുറിക്കുന്നു. സാധാരണ വിശ്വാസമല്ല, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രതികൂലം. അതിനകത്തുകൂടെ നിന്നെ കടത്തിവിട്ടാൽ അനുമോദാതിനെ തെളിയിക്കുന്ന ഒരു വിശ്വാസം. ഞാനൊരു സ്വർണ്ണപ്പണിക്കാരനോട് ചോദിച്ചു, നിങ്ങൾ ഈ സ്വർണ്ണം എന്തിനാ തീയിലിട്ട് കത്തിക്കുന്ന? അദ്ദേഹത്തിനോട് പറഞ്ഞു, പാസ്റ്ററേ, ഈ സ്വർണ്ണത്തിനകത്ത് നിക്കൽ, കാഡ്മിയം, സിൽവർ, കോപ്പർ ഇതിൻ്റെയൊക്കെ തന്മാത്രയുണ്ട്. ഞാൻ തീയിലിട്ട് കത്തിക്കുമ്പോൾ ആ തന്മാത്രകളൊക്കെ കത്തിപ്പോയിട്ട് ശുദ്ധമായി സ്വർണം കിട്ടും. ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? അദ്ദേഹം പറഞ്ഞു, ഒരു സ്വർണ്ണം ഒരു മുദ്ര കാണിച്ചിട്ട് പറഞ്ഞു, ഇത് തീയിലിട്ട് കത്തിച്ചിട്ട് ഞാൻ എടുത്ത് നോക്കിയാൽ എൻ്റെ മുഖം ഇതിൽ പ്രതിഫലിക്കുകയാണെങ്കിൽ എനിക്കറിയാം ഇത് ശുദ്ധമായിരിക്കുന്നു. ദൈവവേദന അരുമനാഥനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു വിശ്വാസം. പ്രതികൂലത്തിൻ്റെ നടുവിൽ, പ്രശ്നത്തിൻ്റെ നടുവിൽ, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രശ്നത്തിൻ്റെ നടുവിൽ ഉയരത്തിലെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനെ ഉയർത്തുന്ന വിശ്വാസം. അതായിരിക്കണം ദൈവവേദന ആവശ്യം. എന്നോട് പലരൊക്കെ ചോദിച്ചു, ഈ വിശ്വാസം എങ്ങനെയാണ് ഭാഷ നിങ്ങൾ പ്രസംഗിക്കുന്നത്? ചോദിക്കാൻ കാരണം, ഞാൻ വെള്ളിയാഴ്ച സാക്ഷ്യം പറഞ്ഞായിരിക്കാം. ഒരു ചെറിയൊരു ലോൺ എടുത്തൊരു വീട് വെച്ചു. കൃത്യമായി അടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പം ജപ്തി നടപടികൾ നേരിടുന്നു. ബാങ്കുകാർ കോടതിക്ക് വിട്ടു. കളക്ടറേറ്റിൽ നിന്ന് എനിക്ക് ഓർഡർ വന്നു. 2 മാസത്തിനകം പിന്നെ ജപ്തി ചെയ്ത് ഈ വസ്തുവും ഇതും കൂടെ ബാങ്കിന് കൊടുക്കാനായിട്ട്. ഞാൻ ബാങ്കിൽ ചെന്നിട്ട് പറഞ്ഞു, സാറേ ഒരു 6 മാസം സമയം തരണം. പറഞ്ഞു, ഒരു കാരണവശാലും പറ്റത്തില്ല. 2-3 സെൻറ്റ് വസ്തുവാണെങ്കിൽ തരാം, എനിക്ക് 28 സെൻറ്റ് വസ്തു ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും പറ്റത്തില്ല. അവർ വന്ന് അളന്ന് തിട്ടപ്പെടുത്തി പത്രത്തിൽ പരസ്യം ചെയ്തു. വീട്ടിലൊരു വലിയ ബോർഡുമൊക്കെ വെച്ചിരിക്കുന്നു. ഞാൻ വിശ്വാസത്തോടെ ഈ രാജ്യത്തോട്ട് വന്നു. എനിക്കൊരു കാര്യം അറിയാം, വിളിച്ച ദൈവം വിശ്വസ്തൻ. വിളിച്ച ദൈവം വിശ്വസ്തൻ. പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിന്റെ നടുവിൽ കൈവിടുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ലേലുയ ലേലുയാന്ന് ശബ്ദമില്ലല്ലോ. നമ്മൾ വിശ്വാസത്തലത്തിലും വളർന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ലേലുയ ദൈവപതിലെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രതികൂലത്തിന്റെ നടുവിൽ അനുമോദന ഉയർത്തുന്ന ഒരു വിശ്വാസം. അതായിരിക്കണം ദൈവവേദന ആവശ്യം.
കുരിശും തീയിലൂതി കഴിപ്പിച്ച പൊന്നും നഗ്നതയുടെ ലജ്ജവെളിവാകാതിരിക്കാൻ ധരിക്കുവാൻ വെള്ളയുടുപ്പ്. എല്ലാവരും വെള്ളയുടുപ്പിടണമെന്നല്ല, വിശുദ്ധ ജീവിതമാകുന്ന വെള്ളയുടുപ്പ്. ഒരു 100 പേരുടെ മധ്യത്തിൽ ചെന്ന് നിന്നാൽ ഇതൊരു ദൈവ പൈതലാണ്, ഇതൊരു ദൈവഭക്തനാണെന്ന് പറയത്തക്ക വിധത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു വിശുദ്ധ ജീവിതമുണ്ടെങ്കിൽ ലോകം പറയും ഇതൊരു ദൈവഭക്തനാണെന്നും, ഇതൊരു ദൈവപൈതലാണെന്ന് ലോകം പറയും. വിശുദ്ധ ജീവിതമാകുന്ന അതേ വെള്ളവസ്ത്രം ധരിക്കണം. മൂന്നാമത്തെ സാധനം കണ്ണിലെഴുതുവാൻ കൺമഷി. ഏതായി ലേപം? ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ. അവൻ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അകത്തെ കണ്ണ് തുറക്കത്തുള്ളൂ. ഈ കൺമഷി ഉണ്ടെങ്കിൽ അകത്തെ കണ്ണ് തുറക്കത്തുള്ളൂ. ഹൃദയക്കണ്ണ് തുറന്നാലേ സഭയെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകത്തുള്ളൂ. ഹൃദയക്കണ്ണ് തുറന്നാലേ നിത്യതയെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകത്തുള്ളൂ. കണ്ണ് തുറന്നാലേ ആത്മീക ജീവിതത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ടാകത്തുള്ളൂ. ആത്മീക ജീവിതത്തിൽ കാഴ്ചപ്പാടുണ്ടാകണമെങ്കിൽ ദൈവത്തിൽ നിന്ന് കൃപാവരങ്ങൾ വാങ്ങിക്കണം. ഇതെവിടെ കിട്ടുമെന്നറിയാം? ഇതിവിടെ വ്യാപാരം ചെയ്യുന്ന സമയങ്ങളാണ് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും, ഇടയ്ക്കുള്ള ഉപവാസവും പ്രാർത്ഥനകളും. ഈ ഉപവാസവും പ്രാർത്ഥനയും സഭയുടെ ആരാധനകളിൽ ത്യാഗം സഹിച്ച് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടി വരുന്നതാണ് നമ്മൾ ചെലവാക്കുന്നത്. ആ സമയം ചെലവഴിച്ച് ആ ത്യാഗം അനുഭവിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ വരുന്നുവെങ്കിൽ അവിടെ വെച്ച് നമുക്കത് പ്രാപിക്കുവാൻ സാധിക്കും. ദൈവസഭയുടെ ശുശ്രൂഷകളുടെ നടുവിൽ വെച്ച് ആ മരുതൊക്കെ നമുക്ക് വില കൊടുത്ത് വാങ്ങുവാൻ കഴിയും. ലവോദിക്കക്കാരോട് പറഞ്ഞ്, ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്ന അകത്തോ പുറത്തോ? പുറത്ത്. ആരാ മുട്ടുന്നത്? കർത്താവ്. എല്ലാവരും കൂടെ കർത്താവിനെ പുറത്താക്കി ഗോതരേൻ്റെ കൂട്ടങ്ങ് പൂട്ടി. കർത്താവ് ഇപ്പം തട്ടി വിളിച്ചുകൊണ്ടിരിക്കുക. ദൈവകൃപയാൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ അരുമനാഥനെ ആരാധിക്കുവാൻ. ഹല്ലേലൂയ. കരങ്ങളുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. നമ്മുടെ അരുമനാഥനെ ഒന്ന് ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകിയിരിക്കുകയാണ്. ആമേൻ. രണ്ടാമത്തെ സ്റ്റേജ് ഭൂമിയിലെ സഭയെ കാണിച്ചു. മൂന്നാമത്തെ സ്റ്റേജ് സ്വർഗത്തെ കാണിക്കുകയാണ്. വെളിപ്പാട് ദിവസം 4-5 അധ്യായത്തിൽ അവിടെ ഒരു ആരാധന നടക്കുന്നു. ആറാമത്തെ സ്റ്റേജ് വീണ്ടും ഭൂമിയെ കാണിക്കുകയാണ്. കർത്താവ് മധ്യാകാശത്തിൽ വന്ന് സഭ ഇവിടെ നിന്ന് പോയാൽ ആ നിമിഷം ഈ ലോകത്തിൻ്റെ ഭരണം എതിർ ക്രിസ്തു ഏറ്റെടുക്കും. ഒരു ഭരണമായിരിക്കും. 7 വർഷത്തെ ഒരു മഹാപീഡനകാലം. യാക്കോബിൻ്റെ കഷ്ടകാലമെന്നും മഹോപദ്രവകാലമെന്നും മഹാപീഡനകാലമെന്നും പല പേരുകളുണ്ട്. 7 വർഷം ഈ ഭൂമി ഒരു മഹാപീഡനത്തിലോട്ട് നടക്കും. ആരാധനകത്താകുമെന്നറിയാമോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ വരവിന് കാത്തിരുന്നവർ എടുക്കപ്പെടും. കൈവിടപ്പെട്ടു പോയവൻ ഇവിടെ കിടന്ന് 7 വർഷം ത്യാഗം സഹിക്കേണ്ടി വരും. 7 വർഷം കഷ്ടത അനുഭവിക്കേണ്ടി വരും. അവരുടെ 6-2 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചു, വെള്ളക്കുതിരപ്പുറത്ത് ഒരുവൻ വരുന്നു. ഇവിടെ വെള്ളക്കുതിരപ്പുറത്ത് വന്ന കർത്താവല്ല, അവൻ എതിർ ക്രിസ്തു. കർത്താവിൻ്റെ പേരും പറഞ്ഞ് സമാധാനത്തിൻ്റെ പേരും പറഞ്ഞ് രംഗപ്രവേശം ചെയ്യുകയാണ്. അവൻ നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ പേടിക്കേണ്ട എന്ന് പറഞ്ഞ് അവൻ എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് മധ്യാകാശത്തിൽ വന്ന് സഭ ഇവിടെ നിന്ന് പോയാലും നിങ്ങൾക്കിനിയും അവസരമുണ്ടെന്ന് അവൻ ദുരുപദേശം പറഞ്ഞുകൊണ്ട് അന്ന് രംഗപ്രവേശം ചെയ്യും. അത്തരക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കർത്താവ് വന്നിട്ട് പോയാലും നിങ്ങൾക്ക് അവസരമുണ്ടെന്ന് പഠിപ്പിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. തെറ്റ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം അവർ പറയുന്ന വെളിപ്പാട് പുസ്തകത്തിൽ രക്തസാക്ഷികളാകാൻ കർത്താവ് ചിലരെ കണ്ടിട്ടുണ്ട്. കർത്താവിന് രക്തസാക്ഷിയല്ല ആവശ്യം, വിശുദ്ധിയോടെ ജീവിക്കുന്ന മണവാട്ടി സഭയാണ്. മണവാട്ടി സഭയെ ചേർക്കുവാൻ കർത്താവ് വരും. നമ്മളെ ഓരോരുത്തരെ മണവാട്ടികളായ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ചിലരെ രക്തസാക്ഷികളായി കർത്താവ് കണ്ടിട്ടുണ്ട്. അതായിക്കോട്ടെ, നമ്മൾ ഭക്തിയോടെ ജീവിക്കണം. ഈ ദുരുപദേശം പഠിപ്പിച്ചുള്ള ദോഷമൊന്നെന്നറിയാം. കർത്താവ് വന്നിട്ട് പോയാൽ ഇനി അവസരമുണ്ടെന്ന് പറഞ്ഞാൽ ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്തൃമേശയൊന്നും വേണ്ടെന്നേ. എവിടെ കൂടെയെങ്കിലും അങ്ങ് ജീവിച്ചാൽ മതി. മരിക്കാൻ സമയമാകുമ്പോൾ കൂടെ തലവെച്ച് കൊടുത്താൽ മതി. ചാകാമല്ലോ യേശുവിൻ്റെ പേരും പറഞ്ഞ്. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് കർത്താവിന് വേണ്ട. കർത്താവിന് ആവശ്യം ഭക്തിയോടെ ജീവിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവസഭയാണ്. മണവാട്ടി സഭയെ ചേർപ്പാൻ കർത്താവ് വരികയാണ്. വെള്ളക്കുതിരപ്പുറത്ത് വന്നവൻ്റെ സ്വഭാവം മാറി, നിറം മാറി, രൂപം മാറി. വെളിപ്പാട് 6-3 വാക്യം വായിക്കുമ്പോൾ താൻ ഒരു ചുവപ്പ് കുതിരപ്പുറത്തോട്ടാവുകയാണ്. ചുവപ്പ് കുതിരപ്പുറത്തിരിക്കുന്നവൻ മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം മനുഷ്യരുടെ ഇടയിൽ നിന്ന് സമാധാനത്തെ എടുത്തു കളയേണ്ട അധികാരം കിട്ടി. ഒരു വലിയ വാളും കിട്ടി. മഹാപീഡനം അങ്ങോട്ട് ആരംഭിക്കുകയാണ്. യുദ്ധം, ശക്തമായ പ്രതിസന്ധികൾ, തമ്മിലടി. മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന സമാധാനത്തെ കൂടെ എടുത്തു കളഞ്ഞു. കൈവിടപ്പെട്ടു പോയവന് സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഉണ്ടായിരുന്ന സമാധാനത്തെ എടുത്തു കളഞ്ഞു. ചുവപ്പ് കുതിരപ്പുറത്ത് വന്നവൻ്റെ സ്വഭാവം മാറി, നിറം മാറി. പെട്ടെന്ന് താൻ കറുത്ത കുതിരപ്പുറത്തേക്കായി. സമയമില്ലാത്തതുകൊണ്ട് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാത്ത വെളിപ്പാട് 6-4 വാക്യത്തിൽ അവൻ കറുത്ത കുതിരപ്പുറത്തിരിക്കുന്നതിൻ്റെ കയ്യിലൊരു തുലാസുണ്ട്. ഈ തുലാസ് ക്ഷാമത്തെ കുറിക്കുന്നു.
മഹാപീഡന കാലത്തിൽ, മഹോപദ്രവ കാലത്ത് തൃപ്തികരമായി ഭക്ഷണം കിട്ടത്തില്ല. ആളെന്ന് തൂക്കി തിട്ടപ്പെടുത്തി കൊടുക്കുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. ആളെന്ന് തൂക്കി തിട്ടപ്പെടുത്തി കൊടുക്കുന്ന തൃപ്തികരമായി ഭക്ഷണമില്ലാത്ത ക്ഷാമത്തിൻ്റെ ഒരു കാലം. കർത്തകുതിരപ്പുറത്തിരിക്കുന്നവൻ അവൻ മഹാപീഡനത്തിൽ സ്വസ്ഥതയില്ല, സമാധാനവുമില്ല. അത് മാത്രമല്ല, കൃത്യമായി കഴിക്കാൻ ഭക്ഷണവുമില്ല. പെട്ടെന്ന് തൻ്റെ സ്വഭാവം മാറി, നിറം മാറി, രൂപം മാറി താൻ അതേ മഞ്ഞക്കുതിരപ്പുറത്തോട്ട് വരികയാണ്. മഞ്ഞക്കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ സ്വഭാവം ഇതാണ്: വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും കാട്ടുമൃഗങ്ങളെ കൊണ്ടും ഭൂമിയിൽ മൂന്നിലൊന്നിനെ കൊന്നൊടുക്കുവാൻ കാലംശത്തിന്മേൽ അധികാരം കിട്ടിയെന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് കോടിക്കണക്കിന് ജനത്തെ കൊന്നു പാതാളത്തിലോട്ടിടും. അതിന് ഭരണാധികാരിയുടെ പേര് പാതാളം, അവൻ്റെ പേര് മരണം. പാതാളം അവനെ പിന്തുടർന്നു. എല്ലാവരും പേടിച്ചിരിക്കുക, അകപ്പെട്ടു പോകുമെന്നുള്ള പേടിയാ. ഇതൊക്കെ എന്തിനാ ഭാഷ ഞങ്ങളുടെ ആരാധനയ്ക്ക് പ്രസംഗിക്കുന്നത്? നമ്മുടെ ആരാധനയ്ക്ക് പ്രസംഗിക്കണം, അറിയണം. കൈവിടപ്പെട്ടു പോയാൽ ഇതൊക്കെ സംഭവിക്കും. ഒന്നാമത്തെ കുഞ്ഞാട് മുദ്ര പൊട്ടിച്ചപ്പോൾ വെള്ളക്കുതിരപ്പുറത്ത് വന്നവൻ താൻ പെട്ടെന്ന് ചുവപ്പ് കുതിരപ്പുറത്തേക്കായി തൻ്റെ സ്വഭാവം നിറം മാറി. മനുഷ്യർ അന്യോന്യം കൊല്ലത്തക്ക വിധത്തിലുള്ള നിയമങ്ങളും തത്വങ്ങളും കൊണ്ടുവന്ന് തമ്മിലടിയും പ്രശ്നങ്ങളും യുദ്ധവും കൂട്ടത്തൊരു ക്ഷാമവും. ഇപ്പോൾ മൂന്നാമത്തെ മുദ്ര പൊട്ടിച്ച് നാലാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ആമേൽ താൻ മഞ്ഞക്കുതിരപ്പുറത്തേക്ക് വരികയാണ്. മഹോപദ്രവകാലത്തിൻ്റെ തീവ്രത അങ്ങോട്ട് കൂടുകയാണ്. വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും കാട്ടുമൃഗങ്ങളെ കൊണ്ടും ഭൂമിയിൽ മൂന്നിലൊന്നിനെ കൊന്നെടുക്കുവാൻ കാലംശത്തിന്മേൽ അധികാരം കിട്ടിയെന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് കൊന്നു പാതാളത്തിലോട്ടിടുകയാണ്. മാനസാന്തരത്തിൻ്റെ വില അന്ന് പലരും മനസ്സിലാക്കും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വരണമെന്ന് പറയുമ്പോൾ അതിനെ തിരസ്കരിക്കുന്ന പലരുടെയും ആമേൻ അവസ്ഥ അന്ന് വളരെ ദയനീയമായിരിക്കും. മുദ്രകൾ ഓരോന്നായി പൊട്ടിക്കും. ഏഴാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ വീണ്ടും സ്വർഗത്തിലെ സ്റ്റേജ് കാണുകയാണ്. വെളിപ്പാട് 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്വർഗത്തിലൊരു സ്റ്റേജ് കാണുന്നു. 7 ദൂതന്മാർ കാഹളം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. 7 ദൂതന്മാർ കാഹളം പിടിച്ചു നിൽക്കുന്നു. 8-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒന്ന് വായിച്ചാട്ടെ. 8-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഒന്നാമത്തെ ദൂതൻ കാഹളമൂതി, രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. ഇത്രയും നേരം ഭരണാധികാരി ക്രൂരമായ ഭരണം അടിച്ചു വിട്ടെങ്കിൽ ഇപ്പൊ സ്വർഗത്തിലെ ദൈവം ചിലത് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. പ്രകൃതിയുടെ മേലെ ന്യായവിധി അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ദൂതൻ തൻ്റെ കാഹളം ഊതിയപ്പോൾ അത് രക്തം കലർന്ന കൽമഴ. എന്താ ഈ രക്തം കലർന്ന കൽമഴ? കല്ല് മഴയായിട്ട് പെയ്യും, കൂട്ടത്ത് അത് ചുവപ്പ് മഴയായിരിക്കും. നല്ലൊരു ഇടിമിന്നലും കൂടെ ആകുമ്പോൾ തീയും കൂടെ കത്തും. ഇത് 3ഉം കൂടെ ഒരുമിച്ച് വരാൻ പോവുകയാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുമോ പാസ്റ്ററെ? സംഭവിക്കും, പറഞ്ഞുതരാം. ആസ്ട്രേലിയയിൽ 4 പ്രാവശ്യം കൽമഴ പെയ്തതിൻ്റെ വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ വർഷം അബുദാബി പോയി. അലയിൽ ചെന്നപ്പോൾ വെച്ചാൽ എന്നോട് പറഞ്ഞു, പക്ഷേ കഴിഞ്ഞ വർഷം ഇവിടെ കൽമഴ പെയ്തു. അവിടെ ആയിട്ട് ഇത് പെയ്തത് കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ക്ലിപ്പുകൾ സൂക്ഷിച്ച് വെച്ചിട്ട് പ്രൊജക്ടറും ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഗ്രാമങ്ങളിൽ സുവിശേഷ യോഗങ്ങൾ നടത്തുന്നത് ഇങ്ങനെയാണ്. ഈ സംഭവങ്ങളൊക്കെ കാണിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇതിൻ്റെ വീഡിയോ ക്ലിപ്പുണ്ട്. ഇടുക്കിയിൽ ചുവപ്പ് മഴ പെയ്തു, ശ്രീലങ്കയിൽ ചുവപ്പ് മഴ പെയ്തു, ആസ്ട്രേലിയയിൽ ചുവപ്പ് മഴ പെയ്തു. ഇത് 3 വീഡിയോ ക്ലിപ്പ് എൻ്റെ കൈവശത്തുണ്ട്. അപ്പോൾ ചുവപ്പ് മഴ പെയ്തു, കൽമഴ പെയ്തു, കൂട്ടത്തൊരു ഇടിമിന്നലും കൂടി ആകുമ്പോൾ തീയും കൂടിയാകും. രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. ഇന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ ആരാധിക്കുന്നു പാടി ആരാധിക്കുന്ന ദൈവമക്കൾ അന്നരുമനാഥനുമായി ഒരുമിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഭക്തിയോടെ ജീവിച്ചില്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകും. നിത്യതയ്ക്ക് നമ്മൾ അവകാശികളായവരാണ്. കൈവിടപ്പെട്ടു പോയുള്ള അവസ്ഥയാണ്. 2-ാമത്തെ ദൂതൻ കാഹളമൂതി. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? തീ കത്തുന്ന വലിയ മല പോലെയൊന്ന് സമുദ്രത്തിൽ വീണിട്ട് സമുദ്രത്തിൽ 1/3 രക്തമായി, സമുദ്രത്തിലെ ജീവികളിൽ 1/3 ചത്തുപോയി, സമുദ്രത്തിലെ യാനങ്ങളിൽ 1/3 തകർന്നു പോയി. എന്താ സംഭവിച്ചു? യോഹന്നാൻ പറയുന്നു, തീ കത്തുന്ന വലിയ മല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് വീഴാൻ പോവുകയാണ്. ഒരു 4-5 വർഷത്തിന് മുമ്പ് അമേരിക്കയുടെ ശാസ്ത്ര വിഭാഗമായ നാസ ഒരു വാർത്ത പുറത്തുവിട്ടു. മലയാള മനോരമയിൽ വന്ന വാർത്ത എങ്ങനെയാണ്? അവൻ വരുന്നു നമ്മെ കൊല്ലാൻ 2500 അണുബോംബുകളുടെ ശക്തിയുമായി. ആരാ വരുന്നത്? ഒരു ഭീമൻ ക്ഷുദ്രഗ്രഹം,
ഒരു ഭീമൻ ആകാശപ്പാറ ഭൂമിയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നു. ചില നാളുകൾക്ക് ശേഷം നാസ വീണ്ടും ഒരു വാർത്ത അയക്കുകയാണ്. അവൻ ഈ സാധനത്തെ തടയുവാൻ ശാസ്ത്രലോകത്തിന് കഴിയുന്നില്ല, അത് കൃത്യമായി ഭൂമിയിൽ പതിക്കും. യോഹന്നാൻ പറയുന്നത് തീ കത്തുന്ന വലിയ മല വരുന്നെന്ന, ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഒരു ആകാശപ്പാറ വരുന്നെന്ന. അപ്പോൾ പിന്നെ എങ്ങനെയത് യോജിക്കുന്നത്? നമ്മൾ നിൽക്കുന്ന ഭൂമണ്ഡലത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് 6000 മൈൽ അകലെ വരെ മാത്രമേ വായുമണ്ഡലമുള്ളൂ. ഈ ഭീമൻ ആകാശപ്പാറ വായുമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭൂമി അതിനെ കേന്ദ്രത്തിലേക്ക് ശക്തമായിട്ട് ആകർഷിക്കും. അങ്ങനെ ഭൂമി ശക്തമായിട്ട് ആകർഷിക്കുകയാണെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ പൊടിപടലങ്ങളിൽ ഉറഞ്ഞ് തീ കത്തും. അങ്ങനെ തീ കെട്ടുകയാണെങ്കിൽ യോഹന്നാൻ പത്മോസിൽ വെച്ച് കണ്ട ദർശനപ്രകാരം അത് തീ കത്തുന്ന മലയായിട്ട് താഴോട്ട് വീഴും. വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രവചനങ്ങൾക്ക് മാറ്റമില്ല. ഒന്നാമത്തെ ദൂതൻ കാഹളമൂതി രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞെങ്കിൽ രണ്ടാമത്തെ ദൂതൻ കാഹളമൂതും രക്തം തീ കത്തുന്ന വലിയ മല പോലെ സമുദ്രത്തിൽ വീഴും. മൂന്നാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ സംഭവിച്ചത് ആമേൻ, ഒരു മഹാനക്ഷത്രം ഭൂമിയിലേക്ക് വീണു. അത് നദികളിലും കുളങ്ങളിലും വീണു. അതിലെ വെള്ളം കയ്പായി തീർന്നു. അതിലെ വെള്ളം കയ്പായി തീർന്നതിനാൽ പലരും മരിച്ചുപോയി. അപ്പോൾ കടലിലെ വെള്ളം മാത്രമല്ല, കുളത്തിലെയും ആറ്റിലെയും വെള്ളവും കയ്പായി തീരും. അന്ന് വിശദീകരിക്കാൻ സമയമില്ല. അങ്ങനെയെങ്കിൽ കാഹളങ്ങൾ ഓരോന്നൂതുമ്പോൾ ഈ ഭൂമിയിൽ ഭയാനകമായ സംഭവങ്ങൾ നടക്കും. ഇന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിക്കുന്ന ദൈവമക്കൾ സുരക്ഷിതമായി അരുമനാഥനുമായി ഒരുമിച്ച് സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൈവിടപ്പെട്ടു പോയി ഇവിടെ കിടന്ന് നിലവിളിച്ച് നെടുവേർപ്പെട്ട് നെട്ടോട്ടമോടും. ഭക്ഷണമില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. ആമേൻ, മാനസാന്തരത്തിൻ്റെ വില അന്ന് മനസ്സിലാക്കും. ആമേൻ, കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ കിടന്ന് പാഠം പഠിക്കും. അങ്ങനെ ഭയാനകമായ സംഭവങ്ങൾ. 7 വർഷത്തെ ഒരു മഹാപീഡനകാലം. 7 വർഷത്തെ മഹാപീഡനം കഴിഞ്ഞാൽ ആമേൻ ഒരു 1000 ആണ്ട് വർഷം അതിനു മുമ്പായിട്ട് ദൈവത്തിൻ്റെ ക്രോധകലശം ഭൂമിയിലൊഴിക്കും. 666 പ്രാബല്യത്തിൽ വരും. ആമേൻ, ദൈവത്തിൻ്റെ ക്രോധകലശം ഭൂമിയിലൊഴിക്കും. വെളിപ്പാട് ദിവസം 16-ാം 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ആമേൻ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ആമേൻ കലശങ്ങൾ 7 കലശങ്ങളുള്ളതായ ഒരു ദൂതൻ 1-ാമത്തെ ക്രോധകലശം ഭൂമിയിലൊഴിച്ചു. എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയുള്ളവർക്ക്, അന്ത്യക്രിസ്തുവിൻ്റെ മുദ്രയേറ്റവർക്ക്, ആമേൻ ചിപ്പ് ധരിച്ചവർക്ക്, അല്ലെങ്കിൽ 666 മുദ്രയേറ്റവരുടെ ശരീരത്തിൽ വല്ലാത്ത ദുർവ്രണമുണ്ടായി. 7 വർഷത്തെ ഒരു മഹാപീഡനകാലം. കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ കിടന്ന് പാഠം പഠിക്കാൻ തീർന്നില്ല. അവസാനത്തെ പീരീഡിൽ നിത്യമായ നരകാഗ്നിയിലേക്ക് പോകേണ്ടി വരും. വെളിപ്പാട് പുസ്തകം 20-ാം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആമേൻ, മഹോപദ്രവകാലത്തിൻ്റെ സമാപനം മുതൽ 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിലുണ്ടായിരിക്കും. അരുമനാഥനുമായി നമ്മൾ ഒരുമിച്ച് ഈ ഭൂമിയിലേക്ക് വരും. നമ്മുടെ കർത്താവ് യെരൂശലേം കേന്ദ്രമായി ഭരിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ മന്ത്രിമാരായിട്ട്, പ്രജകളായി, അനുഗ്രഹിക്കപ്പെട്ടവരായി ശ്രേഷ്ഠകരമായ ഒരു അനുഭവത്തിലൂടെ 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ. അതിനുശേഷം ഒരു ന്യായവിധി. 20-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, മരിച്ചവർ ആബോലവൃദ്ധം സിംഹാസനത്തിൻ്റെ മുന്നിൽ വന്നു. ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ ഈ സിംഹാസനത്തിൻ്റെ മുന്നിൽ വന്നു ന്യായവിധിക്ക് വേണ്ടി. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ന്യായാസനത്തിങ്കിൽ വന്നേ പറ്റൂ. ലേലുയാ, ലേലുയാ. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവൻ മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിൻ്റെ മുന്നിൽ വന്നു, പുസ്തകങ്ങൾ തുറന്നു. അപ്പോൾ ഒരു പുസ്തകമല്ല, ന്യായവിധിക്ക് 1-ൽ കൂടുതൽ പുസ്തകങ്ങളുണ്ട്. അതിലൊരു പുസ്തകത്തിൻ്റെ പേര് അവിടെ എഴുതിയിരിക്കുന്നു. അവൻ ആ പുസ്തകത്തിൻ്റെ പേര് ജീവൻ്റെ പുസ്തകം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കെ തള്ളിയിടും. പാസ്റ്ററെ, ലോകത്തിലെ സകലർക്കും അറിയാവുന്നൊരു വാക്യം ഇതാണ്. രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും എല്ലാം ഒരുപോലെ പറയുന്നൊരു വാക്യം. അവരങ്ങോട്ട് പോകാതിരിക്കുന്നവർക്ക് ഈ വാക്യം പറയും. അതാണ് ഒരു അതിശയം. ഞാൻ കൺവെൻഷനിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ഈ കാര്യം ഇങ്ങനെ പകുതി പറഞ്ഞാൽ മതി, ബാക്കി രക്ഷിക്കപ്പെടാത്തവരങ്ങ് പറഞ്ഞോളും. അവർ പോകാനിരുന്നാലും അവർക്ക് ആ വാക്യം അറിയാം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. 2-ാമത്തെ പുസ്തകം മലാക്കിപ്രവചനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവയെ സ്മരിക്കുന്നവർക്ക് ഉയരത്തിലൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ബുക്സ് ഓഫ് ദ റിമെമ്പറൻസ്, ഓർമ്മയുടെ പുസ്തകം. അപ്പം ന്യായവിധി ദിവസം 2-ാമത്തെ പുസ്തകമായ ഓർമ്മയുടെ പുസ്തകത്തെ ആമേൽ മുന്നിൽ കൊണ്ടുവരും.
മൂന്നാമത്തെ പുസ്തകം റോമാലേഖനം 2-16 വാക്യത്തിൽ യേശുക്രിസ്തു സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ ന്യായവിധി ദിവസം ഈ പുസ്തകം ഇവിടെ കാണും. എന്തിനാണെന്നറിയാമോ? ഇതാ നമ്മൾ ദിവസം കൊണ്ട് കിടക്കുന്നത്. ഒരു വർഷത്തിൽ 52 ആഴ്ചയും പ്രസംഗം കേൾക്കുന്നത് ഈ പുസ്തകത്തിലാണ്. ഞങ്ങളെപ്പോലുള്ളവർ പ്രസംഗിക്കുന്നത് ഈ പുസ്തകത്തിൽ നിന്നാണ്. അപ്പം ന്യായവിധി ദിവസം ഈ പുസ്തകം കൊണ്ടുവരുവാൻ കാരണം ഇതനുസരിച്ചാണോ ജീവിച്ചത്? ഇതിൻ്റെ പ്രമാണം വിട്ടാണോ അതിലൂടെയാണോ ഓടിയത്? അതോ പ്രമാണം വിട്ടാണോ ഓടിയത്? അതുകൊണ്ട് ന്യായവിധി ദിവസത്തിൽ ഈ പുസ്തകം ഇവിടെ കൊണ്ടുവരും. അവരവരുടെ പ്രവൃത്തികളെല്ലാം അത് ശോധന ചെയ്യും. എങ്ങനെയെന്നറിയോ? പ്രവർത്തിച്ചല്ല. 1 കൊരിന്ത്യർ ലേഖനം ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കും. 1 കൊരിന്ത്യർ 3:12 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 3-12 വാക്യം. മതി. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. എന്ന് പറഞ്ഞാൽ ന്യായവിധി ദിവസം ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ലാന്ന് റോമാലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷെ പ്രവൃത്തിക്കുള്ള പ്രതിഫലം തന്നല്ലേ പറ്റത്തുള്ളൂ. അവൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത സകല കാര്യത്തിനും കർത്താവ് പ്രതിഫലം തരണം. അതുകൊണ്ട് ഈ പ്രവൃത്തികളെല്ലാം തീയിലോട്ട് കടത്തിവിടും. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ ഓരോരുത്തർ ചെയ്ത ഓരോ പ്രവൃത്തികളെയും തീയിൽ കൂടെ കടത്തിവിടും. വെള്ളിയാഴ്ച രാവിലെ വന്ന് കീബോർഡ് വായിച്ചതും പാട്ടുപാടിയതും സംഗീതോപകരണങ്ങൾ പ്രയോഗം ചെയ്തതും ഇവിടുത്തെ കസേരയൊക്കെ ഒതുക്കി വെച്ചതും ഇവിടുത്തെ ഈ സിസ്റ്റങ്ങളെല്ലാം പ്രവർത്തിച്ചതും ഇതെല്ലാം തീയിൽ കൂടെ കടത്തിവിടുമ്പോൾ പൊന്നുപോലെ പുറത്തു വരണം. എങ്ങനെ വരണം? പൊന്നുപോലെ പുറത്തു വരണം. എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ, വിശ്വസത്തോടെ എൻ്റെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനെന്നുള്ള ആ ഒരു താല്പര്യത്തോടുകൂടി ഇതൊക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ ന്യായവിധി ദിവസം ഇത് പൊന്നുപോലെ പുറത്തു വരും. അങ്ങനെ വന്നില്ലെങ്കിൽ വെള്ളി പോലെയെങ്കിലും വരണം. അതല്ലെങ്കിൽ അത് വിലയേറിയ കല്ല് പോലെയെങ്കിലും വെളിപ്പെട്ടു വരണം. രണ്ടാമത്തെ സെഷനുണ്ട്. മരം, പുല്ല്, വൈക്കോൽ, അതായത് വിറക് പോലെ വരുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, സാക്ഷ്യം പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. പിന്നെ പാസ്റ്റർ ബോധ്യപ്പെടുത്താം, ഇല്ലെങ്കിൽ പിന്നെ പാസ്റ്റർ ചിലപ്പോൾ ഫോൺ വിളിച്ച് ചോദിച്ചാൽ എന്താ ആരാ എനിക്ക് വരാത്തത്, അതുകൊണ്ട് ഒരു കടമ തീർക്കാൻ വന്നെങ്കിൽ ഇരിക്കാം എന്ന് ചിന്തിച്ചാൽ ന്യായവിധി ദിവസത്തിൽ ഈ അധ്വാനവും പ്രയത്നമൊക്കെ തീയിലോട്ട് കടത്തി വിടുമ്പോൾ വിറക് പോലെ കത്തും. ചിലരൊക്കെ ചിന്തിക്കുകയാണ്, ഇത്രയും ദിവസമൊക്കെ ചെയ്തത് വിറകായി പോകുമോ? വിറകായി പോയില്ലെങ്കിൽ പുല്ല് പോലെയെങ്കിലും കത്തും. ചിലരൊക്കെ കാട്ടിക്കൂട്ടുന്ന വൈക്കോല് പോലെ പുകഞ്ഞു പോഞ്ഞിരിക്കും. അപ്പം മരം, പുല്ല്, വൈക്കോൽ ഇതല്ല നമ്മുടെ അധ്വാനം. സ്വർണം, വെള്ളി, വിലയേറിയ കല്ല് ഇതുപോലെ വെളിപ്പെട്ടു വരണം. ഇന്ന് രാത്രി കാലം ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവ പൈതലേ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ന്യായാസനത്തിൽ നമ്മൾ ഓരോരുത്തരും വന്നേ മതിയാകൂ. അന്ന് നല്ലദാസനെ, നല്ലദാസി എന്ന് വിളിക്കോകരിക്കാരായി കർത്താവ് നൽകുന്ന കിരീടം പ്രാപിച്ചുകൊണ്ട് നിത്യതയിൽ നിത്യ സന്തോഷം അനുഭവിച്ച് യുഗായുഗം അരുമനാഥനോട് വാഴുവാൻ, യുഗായുഗം കർത്താവുമായി ഒരുമിച്ച് സന്തോഷിക്കുവാൻ അവർ ഈ നാളുകൾ നമ്മൾ ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രികാലം കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ നമ്മുടെ അരുമനാഥൻ മധ്യാകാശത്തിൽ വരികയാണെങ്കിൽ ചിറകടിച്ച് പറന്നു വരുന്നവരാകണം. കൈവിടപ്പെട്ടു പോയാൽ 7 വർഷത്തെ മഹാപീഡനം, 7 വർഷത്തെ മഹോപദ്രവം, അവൻ അതിനുശേഷം ന്യായവിധിക്ക് ശേഷം നിത്യമായ നരകാഗ്നി. അവയെ കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെട്ടാൽ അരുമനാഥനുമായി 7 വർഷത്തെ സഹവാസം കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയിൽ രാജകീയ പുരോഹിത വംശമായി കഴിഞ്ഞ് പ്രതിഫലം പ്രാപിച്ചുകൊണ്ട് യുഗായുഗം നമ്മുടെ അരുമനാഥനുമായി ഒരുമിച്ച് സന്തോഷിപ്പാനിടയായി തീരും. ദിനം പ്രതി നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കണം. നമ്മുടെ വിശ്വാസം വളരണം. ആമേ, കർത്താവിൻ്റെ സന്നിധി വിട്ടു പോകരുത്. പ്രതിസന്ധികൾ വരും, പ്രതികൂലം വരും, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ വരും. എന്തു തന്നെ ആയാലും അതിൻ്റെ നടുവിൽ നമ്മുടെ വിശ്വാസത്തെ തള്ളിക്കളയുവാൻ ഇടവരുത്തരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ ഭക്തിയോടെ ജീവിച്ച്, വിശ്വസ്തയോടെ ജീവിച്ച് നിത്യസന്തോഷം അനുഭവിപ്പാൻ
സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് സമയം നൽകിയ ദൈവസഭയ്ക്ക് കർത്താവിൻ്റെ ദാസന്മാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവസഭൻ്റെ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, ഡിസംബറിൽ എൻ്റെ മകളുടെ വിവാഹമാണ്. സാൻഡ് ഹിൽ ചർച്ച് ഏജി ചർച്ചാണ് വിവാഹം നടത്തുന്നത്. ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് ആ വിവാഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ.